ഇത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ രേഖകൾ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ. എറണാകുളം PMLA കോടതി ഉത്തരവിനെതിരെ ഹർജി നൽകി. ഇഡിയിൽ നിന്ന് യഥാർത്ഥ രേഖകൾ വിട്ടുകിട്ടണമെന്നാണ് ആവശ്യം. പോലീസിനോട് സഹകരിക്കാൻ ഇഡിക്ക് ബാധ്യതയെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നു. ശ്യാം ദേവരാജ് വിശദാംശങ്ങളുമായി. ശ്യാം, എന്താണ് ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യം? കരുവന്നൂർ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഇതിന് മുൻപ് നേരത്തെ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കേസുകളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതുമായി ഈ EDയുടെ അന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ ED ക്രൈംബ്രാഞ്ചിൽ നിന്നും ചില രേഖകൾ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട രേഖകൾ അന്വേഷണത്തിന്റെ ഭാഗമായി നേടിയിരുന്നു. ഈ രേഖകൾ തിരികെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് നേരത്തെ ക്രൈംബ്രാഞ്ച് എറണാകുളം PMLA കോടതിയെ സമീപിച്ചു. പക്ഷേ ഈ രേഖകൾ തൽക്കാലം വിട്ടു നൽകേണ്ടതില്ല എന്നായിരുന്നു PMLA കോടതിയുടെ ഉത്തരവ്. ഇതിനെതിരെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡെപ്യൂട്ടി ഡയറക്ടറെ എതിർകക്ഷിയാക്കിയാണ് ഈ ഹർജി ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും ചെയ്യുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഹൈക്കോടതി ഹർജി പരിഗണിക്കും. ഇതിൽ ക്രൈംബ്രാഞ്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ രേഖകൾ വിട്ടുകിട്ടണം, യഥാർത്ഥ രേഖകൾ വിട്ടുകിട്ടണം എന്നുള്ളതാണ്. മാത്രമല്ല ഫോറൻസിക് പരിശോധന ആവശ്യമുള്ളതാണ് ഈ രേഖകൾ. അതുകൊണ്ട് തന്നെ പോലീസിനോട് സഹകരിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ബാധ്യതയുണ്ട് എന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ ഹർജിയിൽ പരിഗണിക്കുന്നത്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ ഹർജി അല്പസമയത്തിനുള്ളിൽ പരിഗണിക്കുക.